Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയിൻ റൂൾ ആണ് in detail. That is how to find the derivative of a composition of functions. So ordinary differentiation തന്നെ if you have a function say y, it's a single variable function of x, and if this function x is actually a function of some other variable, say t, then y is in fact a function of t, because y is a function of x and x is a function of t. For example, y is equal to sin x plus e raised to x എന്ന് പറയാണ്, where x is some 1 plus t square, then actually y is equal to, I can write 1 plus say ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. So you can write y is equal to sin of 1 plus t square plus e raised to 1 plus t square. So you can express y as a function of t. So you can differentiate y with respect to t. So you can find dy by dt since y is in fact a function of t. Okay. ഇവിടെ directly നിങ്ങൾ നോക്കുമ്പോൾ y is given as a function of x and x is given as a function of t. Then in fact the independent variable is t. The last stage last level t ആണ് actually ഇവിടുത്തെ independent ആയിട്ട് vary ചെയ്യുന്ന ആള് parameter which is independent. x എന്ന് പറയുന്നതും y എന്ന് പറയുന്നതും independent അല്ല, because x depends on t, the value of x depends on the value of t, and the value of y depends on the value of x. Okay, so ഏറ്റവും upper portionൽ വരുന്ന upper levelൽ വരുന്ന y എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ. y is a function of x and x is a function of t. Then ഈ ഇടയ്ക്ക് വരുന്ന xനെ നമ്മൾ, അപ്പോൾ yനെ നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കാം, നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഡിപ്പെൻഡന്റ് വേരിയബിളിനെയാണ് വിത്ത് റെസ്പെക്ട് ടു ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ t. അപ്പൊ പിന്നെ എക്സ് എന്താണ്, എക്സ് അതിന്റെ ഇടയിൽ വന്നിരിക്കുന്ന അല്ലെ, ഇവിടെ ഈ എക്സ്പ്രഷനിൽ എക്സ് എന്നുള്ള ഒരു സാധനം ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇൻഫാക്ട് y is a function of t only. So x is actually an intermediate variable. Okay, so x is called intermediate variable. അപ്പോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയിൻ റൂൾ പഠിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർഡിനറി ഡിഫറൻഷിയേഷനിൽ ഈ കാര്യം അറിയായിരിക്കും. ഇഫ് y is a function of x and x is a function of t, you can differentiate y with respect to t. എങ്ങനെയാ നിങ്ങൾ എഴുതും, dy by dx dy by dt is equal to, നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, dy by dx into dx by dt എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ മോർ ജനറൽ കേസസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഒന്നിൽ കൂടുതൽ ഇന്റർമീഡിയറ്റ് വേരിയബിൾസും വരാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉള്ള കേസ്, ഒന്നിൽ കൂടുതൽ ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് ഉള്ള കേസ്, അങ്ങനെ പല കേസസിലും എങ്ങനെയാണ് ഈ ചെയിൻ റൂൾ വരുന്നതെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഏറ്റവും എളുപ്പമുള്ള കേസ് പറഞ്ഞു, ഒരു ഇന്റർമീഡിയറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും മാത്രമുള്ള കേസാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. y is a function of x and x is a function of t. Then dy by dx is equal to, dy by dt is equal to dy by dx into dx by dt. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഇങ്ങനെ ഒരു ചെയിൻ പോലെ ഓർക്കുക. വൈനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ വൈയിൽ നിന്ന് ടിയിലേക്ക് ഒരു ചെയിൻ ആലോചിക്കുക, വൈയിൽ നിന്ന് എക്സിലേക്ക്, പിന്നെ എക്സിൽ നിന്ന് ടിയിലേക്ക്. അപ്പൊ വൈനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വൈനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഇൻറ്റു എക്സിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതാണ് dy by dx ഇൻറ്റു dx by dt. ഓക്കെ, സോ ദാറ്റ് ഇസ് നിങ്ങൾ ആ ഒരു മെത്തേഡിൽ ഓർത്തിരിക്കാം. അപ്പോൾ ഇത് ഒരു ഇന്റർമീഡിയറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉള്ള കേസ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇന്റർമീഡിയറ്റ് വേരിയബിൾ വരുന്ന കേസ് എങ്ങനെ വരും നോക്കാം.
രണ്ട് ഇന്റർമീഡിയറ്റ് വേരിയബിൾ ഉണ്ട്, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ തന്നെ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇന്റർമീഡിയറ്റ് വേരിയബിൾ വരികയാണ്. ഫോർ എക്സാമ്പിൾ, y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഞാൻ വൈക്ക് പകരം ഇസഡ് എന്ന് എഴുതാണ്. ഇസഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ ആർ ബോത്ത് ഫംഗ്ഷൻസ് ഓഫ് ടി. അപ്പൊ രണ്ട് ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് ഉണ്ട്, പക്ഷെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒരെണ്ണം തന്നെയുള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ ഇസഡിനെ പ്രത്യക്ഷത്തില് ഇസഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ പോലെയാണ് ഇരിക്കുന്നത് ഇസഡ്. അതുകൊണ്ട് തന്നെ ഇസഡിനെ എനിക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാൻ പറ്റും, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കണ്ടുപിടിക്കാൻ പറ്റും, ബിക്കോസ് ഇസഡ് ഇസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. But in fact, these x and y are again functions. Okay, so ഇവിടെ x എന്ന് പറയുന്നത് actually some function of t ആണ്, y എന്ന് പറയുന്നത് some other function of t ആണ്. So you can find out derivative of x, ordinary derivative of x with respect to t, dx by dt യും dy by dt യും കണ്ടുപിടിക്കാൻ പറ്റും. z എന്ന് പറയുന്നത് given as a two variable function of x and y, so you can differentiate z partially with respect to x and with respect to y, dou z by dou x and dou z by dou y കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ as a whole നോക്കുമ്പോൾ z is in fact a function of t only. So you can express z as a single variable function of t. So here the independent variable is t. And x and y are actually the intermediate variables. So if you have to find out the derivative of z with respect to t, നിങ്ങൾ ഈ ട്രീ ആലോചിക്കുക, എന്നിട്ട് ഇസഡിൽ നിന്ന് ടിയിലേക്ക് ഉള്ള ചെയിൻ, ഇവിടെ ആക്ച്വലി രണ്ട് ചെയിൻ ഉണ്ട്. അപ്പോ എങ്ങനെയൊക്കെ വരാം? ഇസഡിൽ നിന്ന് എക്സിലേക്ക്, എക്സിൽ നിന്ന് ടിയിലേക്ക്, ഇത് ഒരു ചെയിൻ. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഡോ ഇസ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ദിസ് ഇസ് ഈക്വൽ ടു ഇസഡിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഇൻറ്റു എക്സിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡോ എക്സ് ബൈ, സോറി, എക്സ് ഇസ് എ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ഓഫ് ടി, സോ യു റൈറ്റ് ഡി എക്സ് ബൈ ഡി ടി പ്ലസ്. ഇനി വേറൊരു ചെയിനും കൂടി ഉണ്ട്. എങ്ങനെ? ഇസഡിൽ നിന്ന് വൈയിലേക്ക് വന്നിട്ട് വൈയിൽ നിന്ന് ടിയിലേക്ക് പോവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇസഡിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വൈയിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ ഫോർമുല. dz by dt is equal to dou z by dou x into dx by dt plus, or എന്ന് പറയണ പോലെ another way, plus t യിലേക്ക് വരാനുള്ള you can write first chain dou z by dou x into dx by dt plus വേറൊരു വഴിയും കൂടി ഉണ്ട്, dou z by dou y into dy by dt. ഇതാണ് ഇവിടുത്തെ ഫോർമുല വരിക. ഓക്കെ, അപ്പോൾ രണ്ട് ഇന്റർമീഡിയറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും വരുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് വരാം. അപ്പോൾ ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രം വരുന്ന കേസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്പോസ് w is a function of three intermediate variables. So w is a function of x, y and z. x, y and z are functions of t. ഇങ്ങനെ വേണമെങ്കിൽ വരാം. Then actually you can write w in terms of t, that is you can find, so actually w തന്നേക്കുന്നത് directly it is given as a function of x, y and z. x ഉം y ഉം z ഒക്കെ functions of t ആണ്. x എന്ന് പറയുന്നത് some function of t, y എന്ന് പറയുന്നത് some other function of t, z എന്ന് പറയുന്നതും is a function of t. Then actually you can differentiate w with respect to t. It is given by നിങ്ങൾ ഈ ചെയിൻ ആലോചിക്കുക, ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്ക് പോയിട്ട് അല്ലെ, ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്ക് പോയിട്ട് എക്സിൽ നിന്ന് ടിയിലേക്ക് വരാം. അതായത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡബ്ല്യുവിൽ നിന്ന് വൈയിലേക്ക് പോയിട്ട് വൈയിൽ നിന്ന് ടിയിലേക്ക് വരാം, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി, ഡബ്ല്യുവിൽ നിന്ന് ഇസഡിലേക്ക് പോയിട്ട് ഇസഡിൽ നിന്ന് ടിയിലേക്ക്, അതായത്
ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ബൈ ഡി ടി. ഇതാണ് ഇവിടുത്തെ ഫോർമുല വരുന്നത്. ഓക്കെ, ഇതുപോലെ രണ്ട് ഇന്റർമീഡിയറ്റ് വേരിയബിൾ വരുന്നത്, 3 ഇന്റർമീഡിയറ്റ് വേരിയബിൾ വരുന്നത്, എനി നമ്പർ ഓഫ് ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് വന്നാലും ഇതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ഫോർമുല എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ച് പറയാൻ പറ്റും അല്ലെ. ഇപ്പോ എന്നതാണ് y എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x1, x2, x3, അങ്ങനെ കുറെ ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കോ, എക്സെട്ര n ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഓരോന്നും ടിയുടെ ഫംഗ്ഷൻ ആണ്. Then also you can write derivative of y with respect to t. എങ്ങനെ എഴുതണം? ആദ്യം derivative of y with respect to x1 എഴുതുന്നു, എന്നിട്ട് derivative of x1 with respect to t എഴുതുന്നു. ഓക്കെ, derivative of y with respect to x2 എഴുതുന്നു, എന്നിട്ട് x2ന്റെ ഡെറിവേറ്റീവ് with respect to t എഴുതുന്നു, and so on. Derivative of y with respect to the last variable xn into derivative of xn with respect to t. So this is the formula for in the case of one independent variable and more than one intermediate variables. For example, നമുക്ക് 1-2 പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ഇത് ഒരു കാര്യം, ഈ ഫോർമുല ഉപയോഗിക്കാണ്ട് തന്നെയും നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? y is given as a function of x and x is given as a function of t. So you can substitute the value of x in the expression of y, so that directly you can rewrite the expression, rewrite the function y as a function of t. എന്നിട്ട് നിങ്ങൾക്ക് t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇവിടെ ഓരോ കേസിലും എക്സിന് പകരം ഈ ടിയുടെ ഫംഗ്ഷൻ, വൈക്ക് വരെ ഈ ടിയുടെ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ക്യാൻ റീറൈറ്റ് ദ ഡെഫിനേഷൻ ഓഫ് ഇസഡ്. You can write z as a function of t only, and then you can differentiate directly with respect to t. അങ്ങനെ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. അതർവൈസ് യു ക്യാൻ ദിസ് റൂൾ, ചെയിൻ റൂൾ, ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് മെത്തേഡിലും ചെയ്യാം, ചെയിൻ റൂളിലും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിപ്പോ ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു പ്രോബ്ലം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും എന്താന്നുള്ളത്. Say for example, find the derivative of w. ഒരു ക്വസ്റ്റ്യൻ പറയാണ്, find the derivative of w with respect to t. Derivative of w with respect to t, where w is x square y minus y square, x is sin t, y is e raised to t. ഓക്കെ, ഇപ്പൊ ഈ ഒരു പ്രോബ്ലം നോക്കുക. ഇവിടെ w is given as a function of x and y, where x and y are functions of t. You have to find the derivative of w with respect to t. So here actually w is a function of x and y are functions of t. So you can write chain rule. Chain rule യൂസ് ചെയ്യാണ്ട് വേണമെങ്കിലും ഈ പ്രോബ്ലം ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ ഡബ്ല്യുവിനെ എക്സിന്റെ വൈയുടെ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആ എക്സിനും വൈക്കും പകരം ഈ തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സൈൻ ടി, സോ എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ ടി ഇൻറ്റു വൈ ഇസ് ഇ റേസ് ടു ടി മൈനസ് വൈ സ്ക്വയർ ഇസ് ഇ റേസ് ടു 2t. Then you can differentiate w directly with respect to t. W is written as a single variable function of t. Then you can differentiate. എങ്ങനെ? ആദ്യം sin square t into e raised to t. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. sin square t യുടെ ഡെറിവേറ്റീവ് 2 sin t ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin t. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. മൈനസ് സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് e raised to 2t ന്റെ ഡെറിവേറ്റീവ് e raised to 2t into 2, ഡെറിവേറ്റീവ് ഓഫ് 2t 2. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദിസ് is the direct method. അതല്ല നിങ്ങൾ ചെയിൻ റൂൾ ആണ് യൂസ് ചെയ്യണമെങ്കിലോ, w is a function of x and y are functions of t, so that you can write w ന്റെ ഡെറിവേറ്റീവ് with respect to t. നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? ഡെറിവേറ്റീവ് ഓഫ് w with respect to x into ഡെറിവേറ്റീവ് ഓഫ് x with respect to t plus derivative of w with respect to y into derivative of y with respect to t. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള വാല്യൂസിൽ നിന്ന് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? w is equal to x square y minus y square എന്ന് തന്നിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ്സ് നമുക്ക് ഇവിടെ ഒന്ന് കണ്ടുപിടിക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് സൈഡിൽ എഴുതണമെങ്കിൽ എഴുതാം, അതല്ലെങ്കിൽ എഴുതാണ്ട് തന്നെ ഡയറക്റ്റ്ലി ഇവിടെ നോക്കിയിട്ട് എഴുതാം കേട്ടോ. എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. So from this you can write the derivative of w with respect to x and with respect to y. Dou w by dou x ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? y is a constant. y is taken outside. x square derivative 2x minus y square derivative 0. So you get 2x into y. Dou w by dou y എന്ത് വരും? Dou w by dou y is with respect to y differentiate ചെയ്യുമ്പോൾ x square is a constant. y derivative 1 minus y square derivative 2y. Okay. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് കിട്ടി. ഇനി എന്തൊക്കെ വേണം? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി വേണം, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ടി വേണം. എക്സ് ഇസ് സൈൻ ടി, സോ എക്സ് ഇസ് സൈൻ ടി, സോ ഡി എക്സ് ബൈ ഡി ടി ഇസ് കോസ് ടി. വൈ ഇസ് ഇ റേസ് ടു ടി, സോ ഡെറിവേറ്റീവ് ഓഫ് വൈ ഇസ് ഇ റേസ് ടു ടി ഇറ്റ്സെൽഫ്. സോ യൂസിങ് ദീസ് വാല്യൂസ്, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് ഇൻ ദിസ് ഇക്വേഷൻ, you will get dou w by dou x into, what is dou w by dou x? 2xy, 2xy into dx by dt, dx by dt is cos t, plus dou w by dou y into, dou w by dou y is x square minus 2y, x square minus 2y into dy by dt, it is e raised to t, e raised to t. ഇങ്ങനെ എഴുതാം. വേണമെങ്കിൽ നമുക്ക് എക്സും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിരിച്ച് ടീൻ്റെ ടേംസിൽ മാത്രമാക്കി എഴുതാം. ഇങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. 2xy എക്സ് സൈൻ ടി, വൈ ഇസ് ഇ റേസ് ടു ടി കോസ് ടി, പ്ലസ് എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ ടി മൈനസ് 2 ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു ടി. സോ ദിസ് ഇസ് 2 ഇ റേസ് ടു ടി ഇൻറ്റു, ഇപ്പോൾ ഇ റേസ് ടു ടി വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാം. What is it? 2 sin t cos t into e raised to t plus sin square t into e raised to t minus 2 into e raised to t into e raised to t, e raised to 2t. സോ രണ്ടും ഒരേ ആൻസർ തന്നെയാണ്. മുകളിൽ കിട്ടിയിരിക്കുന്ന ആൻസർ തന്നെയാണ് ഇവിടെയും കിട്ടിയത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തത്, രണ്ടാമത് നമ്മൾ ചെയ്തത് ചെയിൻ റൂൾ വെച്ചിട്ട്. ചില അവസരങ്ങളിൽ ചെയിൻ റൂൾ തന്നെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്, നമുക്ക് ഭയങ്കര ഉള്ളിലുള്ള അല്ലേ ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് കുറേ പ്രാവശ്യം കോമ്പിനേഷൻ ഓഫ് റൂൾസ് ഒന്നിൻ്റെ ഉള്ളിലൊന്ന് അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ചെയിൻ റൂൾ തന്നെയായിരിക്കും എളുപ്പം എന്ന് തോന്നുന്നത്. ഇപ്പം ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസിൽ രണ്ടും ഒരേപോലെയാണ്. ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ അല്ലേ. ഒത്തിരി എക്സും വൈ ഒക്കെ ജസ്റ്റ് സിമ്പിൾ ഫങ്ഷൻസ് ആണ്, ഒറ്റ ഫങ്ഷൻ മാത്രമല്ല. അതും ഒരു കോഷ്യൻ്റ് ആയിട്ട് വരിക, എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതൊക്കെ ഒരു കോഷ്യൻ്റോ എഗെയിൻ ഒരു ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ചെയിൻ റൂൾ ആയിരിക്കും എളുപ്പം. ഈ കേസിൽ ചെയിൻ റൂളിന് പ്രത്യേകിച്ച് എളുപ്പമൊന്നും തോന്നിയില്ല, ഡയറക്റ്റ് മെത്തേഡാണ് എളുപ്പമായിട്ട് തോന്നിയത്. ഓക്കെ, വേറൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നമുക്ക് അതിലേതാണ്. അപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെയായിരുന്നു. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് w വിത്ത് റെസ്പെക്ട് ടു ടി and evaluate the value of the derivative at 0 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾസോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി, ഈ ക്വസ്റ്റ്യൻ തീർന്നിട്ടുണ്ടായിരുന്നില്ല. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദി ഡെറിവേറ്റീവ് അറ്റ് 0? സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദി ഡെറിവേറ്റീവ് അറ്റ് t equal to 0 എന്നും കൂടി ഉണ്ടായിരുന്നു. സോ യു ക്യാൻ റൈറ്റ് ദ വാല്യൂ. ഏത് തരത്തിൽ കണ്ടുപിടിച്ചാലും ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിച്ചതിന് ശേഷം ഡി ഡബ്ല്യു ബൈ ഡി ടി വെൻ ടി ഇസ് 0. സോ 2 സൈൻ ടി, സൈൻ ടിയിൽ സൈൻ 0 0, സോ ഫസ്റ്റ് ടേം ഇസ് 0. സൈൻ സ്ക്വയർ ടിയിൽ വെൻ യു പുട്ട് ടി ഈക്വൽ ടു 0 യു വിൽ ഗെറ്റ് 0. minus 2 into e raised to 2t, you get e raised to 0. That is minus 2 into e raised to 0. E raised to 0 is 1. Any number raised to 0 is 1, so you get minus 2. Okay. So that is the answer. Answer is minus 2. Where are the problem? W is a function of, W is equal to logarithm of x square plus y square plus z square. So W is a function of 3 variables x, y and z, where x is cos t, y is sin t and z is
4 റൂട്ട് ടി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചെയിൻ റൂള് വെച്ച് ചെയ്യുവാണ്. നമ്മളിപ്പോൾ ചെയിൻ റൂളാണല്ലോ നിങ്ങളെ പുതിയതായിട്ട് പഠിപ്പിച്ചത്. മറ്റേ നിങ്ങൾക്ക് അറിയായിരിക്കും. ഡയറക്റ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളത് തനിയെ ചെയ്തോളൂ. ചെയിൻ റൂൾ വെച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ചെയിൻ റൂൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമ്മൾ ആദ്യം തന്നെ ഒരു ട്രീ വരക്കാണ്. W is a function of x, y and z. ഇനി എക്സിലും വൈയിലും സെറ്റിലേക്ക് നോക്കാം. എല്ലാം ടിയുടെ മാത്രം ഫംഗ്ഷൻസ് ആണ്. എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി, z is also a function of t. So that you can write derivative of w with respect to t. wയിൽ നിന്ന് ടിയിലേക്ക് വരണം. ഓരോ വഴികളും നോക്കി നോക്കി പറയാം. എക്സിലേക്ക് വരുന്നു, എക്സിൽ നിന്ന് ടിയിലേക്ക് വരുന്നു. So you can write dou w by dou x into dx by dt plus അടുത്തത് ഡബ്ല്യുവിൽ നിന്ന് വൈയിലേക്ക് വന്നിട്ട് വൈയിൽ നിന്ന് ടിയിലേക്ക് പോണു. സോ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഇസഡിലെ പിന്നെ ഇസഡിനെ ടിയിലേക്ക്. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ബൈ ഡി ടി. നമ്മൾ ഓരോന്നും ഇതിൽ തന്നെ അങ്ങ് എഴുതാം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. So W ലേക്ക് നോക്കുക. You are going to differentiate W with respect to X, partially with respect to X. So assume that Y and Z are constants. Okay. So logarithm of a function. Derivative എന്ത് വരും? 1 by that function into derivative of that function. X square plus Y square plus Z square ന്റെ derivative with respect to X. It is 2X. I square and Z square and derivative 0 ആണ്. ഫസ്റ്റ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കഴിഞ്ഞു. ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി കോസ് ടിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി മൈനസ് സൈൻ ടി. ഓക്കെ, ഇൻറ്റു എന്നിട്ടേക്കാം. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ലോഗരിതം ഓഫ് എ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇസ് 1 by that function into derivative of that function with respect to y ആണ്. So you will get 2y into derivative y. Y is sin t. Derivative of y with respect to t is sin t derivative cos t. Plus derivative w with respect to z. Assume that x and y are constant. So 1 by f of x and derivative f of x, some function of x, y and z. Derivative is 1 by logarithmത്തിന്റെ derivative 1 by x square plus y square plus z square into derivative of that function x square plus y square plus z square ന്റെ derivative with respect to z ആണ്. So you will get 2z. dz by dt എന്താണ് z? 4 root t. 4 is a constant. root t ന്റെ derivative 1 by 2 root t. So this is the answer. Okay, so you may write the common denominator x square plus y square plus z square വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം. So that is equal to x square plus y square plus z square into എന്തെന്ന് എഴുതാം? 1 by x square plus y square plus z square into ന്യൂമറേറ്ററിൽ എന്തൊക്കെ വരുന്നുണ്ട്? മൈനസ് 2x sin t plus 2y cos t plus ഒരു 2 കട്ട് ചെയ്യാം അല്ലേ? 4 ഉണ്ട്. ഓക്കെ, 2 കട്ട് ചെയ്യാം. 4 വേണ്ട, 2 കട്ട് ചെയ്തു. അപ്പോൾ 4z by root t by root t. നമുക്ക് വേണമെങ്കിൽ എക്സിനും വൈക്കും സെറ്റിനൊക്കെ വരാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we will get the answer in terms of t only. x square എന്നുള്ളത് cos square t, y square എന്നുള്ളത് sin square t, z square എന്നുള്ളത് 16t. ബ്രാക്കറ്റ്സിൽ എന്തൊക്കെയുള്ളത്? മൈനസ് 2x, മൈനസ് 2 ഇൻറ്റു എക്സ് എന്താണ്? കോസ് ടി ഇൻറ്റു സൈൻ ടി. അപ്പോൾ മൈനസ് 2 സൈൻ ടി കോസ് ടി 2y cos t. What is y? Y is sin t. അപ്പോൾ again sin t cos t കട്ട് ചെയ്ത് പോവും അല്ലേ? പ്ലസ് 4z by root t. What is z? z is 4 root t.
4 into z is 4 root t divided by root t. root t കട്ട് ചെയ്തു പോകും, ഇതും കട്ട് ചെയ്തു പോയി, ബാക്കി 16 മാത്രമേ ഉള്ളൂ അല്ലേ മുകളിൽ. So you have 16 divided by sin square t plus cos square t is 1. So you can write 1 plus 16t. So this is the answer. Problem എന്താണ്? Find the derivative of w dw by dt at t equal to 3 എന്നാണ് കേട്ടോ ചോദ്യം. അപ്പോൾ നമുക്ക് അതും കൂടെ എഴുതാം. So dw by dt at 3. dw by dt at t equal to 3 is 16 by 1 plus 16t at t equal to 3, which is 16 divided by 1 plus 16 into 3. So 16 into 3, 48 plus 1, 49. 16 by 49. Okay. So ഇനി നമ്മൾ ചെയിൻ റൂൾ for functions with more than one independent variables എങ്ങനെയായിരിക്കും നോക്കാം. Suppose if w is a function of x, a single variable function of x. Okay, w is given as a function of x. Say 1 plus x square plus 2x cube plus 3x എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കാണ്. Where x and y are functions of r and s. Okay, x is a function of r and s. Y is also a function of r and s. So in fact, if you substitute these values, sorry, ഞാൻ എഴുതിയത് y എന്ന് പറഞ്ഞിട്ടില്ലല്ലേ വേരിയബിൾ. x is a function of r and s, അത്രേ ഉള്ളൂ. y എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇല്ലായിരുന്നേ. So in fact, if you substitute this value of x in this expression of w, you can write w as a function of r and s. So that in fact you can differentiate w with respect to partially with respect to r, and you can differentiate w partially with respect to s. But directly w is given as a single variable function of x. So ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ നിന്ന് ആക്ച്വലി നിങ്ങൾക്ക് w-നെ എന്ത് ചെയ്യാം, ഓർഡിനറി ഡെറിവേറ്റീവ് ഓഫ് w with respect to x ആണ് കണ്ടുപിടിക്കാൻ പറ്റുക, dw by dx കണ്ടുപിടിക്കാം. സോ യൂസിങ് ദാറ്റ് ഹൗ ക്യാൻ യു അപ്ലൈ ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ, ചെയിൻ റൂളിൽ നമ്മളിപ്പോൾ w-ന്റെ ഈ ഒരു ട്രീ വരച്ചാൽ ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിട്ട് ആറും എസും ഉണ്ട്, ഇന്റർമീഡിയറ്റ് വേരിയബിൾ എക്സ് ഉണ്ട്. ഈ ആറിലേക്ക് ഡബ്ല്യുവിൽ നിന്ന് ആറിലേക്ക്, ഡബ്ല്യുവിനെ ആറ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡബ്ല്യുവിൽ നിന്ന് ആറിലേക്ക് എങ്ങനെയാണ് ചെയിൻ വരക്കാൻ പറ്റുക എന്ന് ആലോചിക്കുക. ഡബ്ല്യുവിനെ ആദ്യം എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എക്സിനെ ആറ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ്, അപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഡബ്ല്യുവിൽ നിന്ന് ആറിലേക്ക് എത്താൻ. ഏതാണത്? w-നെ x കൊണ്ട്. So w is expressed as a single variable function of x. So you can write dw by dx into derivative of x with respect to r. That is partial derivative. Dou x by dou r. So this is the formula. Okay. Now ഒരു ഫോർമുലയും കൂടി ഈ കേസിൽ എഴുതാം. ഏതാന്ന് വെച്ചാൽ w-നെ ആക്ച്വലി s കൊണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ. അപ്പൊ w-നെ s കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ w-ൽ നിന്ന് s-ലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും അല്ലെ. ഡബ്ല്യുവിൽ നിന്ന് എസിലേക്കുള്ള വഴി ഏതാണ്? ഡബ്ല്യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഇസ് ഓർഡിനറി ഡെറിവേറ്റീവ്. ദെൻ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ്, ദാറ്റ് ഇസ് പാർഷ്യൽ ഡെറിവേറ്റീവ്. സോ ദിസ് ഇസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ്. ഓക്കെ, ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് വേരിയബിൾസിന്റെ എണ്ണം കൂടുമ്പോഴും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയിൻ വരച്ചിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് w is a function of x and y. സപ്പോസ് x and y are functions of r and s. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ വരക്കാം കേട്ടോ, ട്രീ വരയ്ക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ വരക്കാം, അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ട്രീ വരക്കാം. എക്സും വൈയും രണ്ടും ആറിന്റെ എസിന് കോമ ഇട്ടിട്ട് വേണമെങ്കിൽ എഴുതാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കും. ഡബ്ല്യുവിൽ നിന്ന് ആറിലേക്ക് എത്തപ്പോൾ ഡബ്ല്യു നിന്ന് ആറ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഡബ്ല്യുവിന് ആറ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആറും എസും രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ.
അപ്പോൾ നിങ്ങൾ ഡബ്ല്യുവിൽ നിന്ന് ആറിലേക്കുള്ള വഴികൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ ഒരു ഗ്രീൻ ഇങ്ക് വെച്ച് വഴി കാണിക്കാം. ഡബ്ല്യുവിൽ നിന്ന് ആറിലേക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരാം. വേറൊരു വഴിയും കൂടി ഉണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എന്താ വരിക? എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ദാറ്റ് ഇസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു എക്സിനെ ആർ കൊണ്ട് ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡബ്ല്യുവിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വൈനെ ആർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ ദിസ് ഇസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ. ഇതേപോലെ തന്നെ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ്. എസിലേക്ക് വരാനായിട്ട് ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്ക് വരുന്നു, ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്ക് വരുന്നു, എക്സിൽ നിന്ന് എസിലേക്ക് വരുന്നു. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് വേറൊരു വഴിയും കൂടി ഉണ്ട്, ഡബ്ല്യുവിൽ നിന്ന് വൈയിലേക്ക് വന്നിട്ട് വൈയിൽ നിന്ന് എസിലേക്ക് വരാം. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ്. സോ ദിസ് ഇസ് ദ ഫോർമുല ഫോർ ഡോ ഡബ്ല്യു ബൈ ഡോ എസ്. ഇതേപോലെ നമുക്ക് എത്ര ഇന്റർമീഡിയറ്റ് വേരിയബിൾ ഉണ്ടെങ്കിലും എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിലും എഴുതാം. ഡബ്ല്യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് കുറേ സേ ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ആണെന്ന് വിചാരിക്കാം. എക്സും വൈയും ഇസഡ് ഒക്കെ എത്രയെങ്കിലും സേ ആറും എസും ടിയും 3 വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി ചിലപ്പോൾ വൈ എന്ന് പറയുന്നത് 2 വേരിയബിൾ മാത്രം ഉണ്ടെന്ന് വിചാരിക്കാം. ഇസഡ് എന്ന് പറയുന്നതിൽ ആറും ടിയും ഉണ്ടെന്ന് വിചാരിക്കാം. എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ആറും എസും ടിയും ആണ്. സോ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു ആർ, വിത്ത് റെസ്പെക്ട് ടു എസ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ നിങ്ങൾക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ ആറിന്റെ ഫോർമുല നിങ്ങൾക്ക് ചെയിൻ നോക്കി എഴുതാം. ഡോ ഡബ്ല്യു ബൈ ഡോ എസിന്റെ ഫോർമുല എഴുതാം അല്ലേ? ഡോ ഡബ്ല്യു ബൈ ഡോ ടിയുടെ ഫോർമുല എഴുതാം. നിങ്ങൾ ചെയിൻ നോക്കി അങ്ങ് എഴുതിയാൽ മതി. ഡോ ഡബ്ല്യു ബൈ ഡോ ആർ, ആറിലേക്ക് എത്താനായിട്ട് നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞ് ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്ക് പോയിട്ട് എക്സിൽ നിന്ന് ആറിലേക്ക്, ഡബ്ല്യുവിൽ നിന്ന് വൈയിലേക്ക് പോയിട്ട് വൈയിൽ നിന്ന് ആറിലേക്ക്, ഡബ്ല്യുവിൽ നിന്ന് ഇസഡിലേക്ക് പോയിട്ട് ഇസഡിൽ നിന്ന് ആറിലേക്ക് 3 വഴികളുണ്ട്. സോ യു ക്യാൻ റൈറ്റ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ ആർ. ആ സമയം എസിലേക്കാണ് വരണമെങ്കിൽ നിങ്ങൾക്ക് 2 വഴികളേ ഉള്ളൂ. ഏതൊക്കെയാണത്? ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്ക് പോയിട്ട് എക്സിൽ നിന്ന് എസിലേക്ക്, വൈയിലേക്ക് പോയിട്ട് വൈയിൽ നിന്ന് എസിലേക്ക്, മറ്റു വഴിയില്ല. സോ യു ക്യാൻ റൈറ്റ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ്. അത്രേ ഉള്ളൂ. ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണെങ്കിലും 2 വഴികളേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്ക് പോയിട്ട് എക്സിൽ നിന്ന് ടിയിലേക്ക്, ഡബ്ല്യുവിൽ നിന്ന് ഇസഡിലേക്ക് പോയിട്ട് ഇസഡിൽ നിന്ന് ടിയിലേക്ക്. യു ക്യാൻ റൈറ്റ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ ടി. ഇതേപോലെ നമുക്ക് എത്ര ഇന്റർമീഡിയറ്റ് വേരിയബിൾ ആണെങ്കിലും എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെങ്കിലും അതിനനുസരിച്ചിട്ട് ചെയിൻ റൂളിന്റെ ഫോർമുല എഴുതിയിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Here W is given as a function of x, y and z, where x, y and z are functions of r and s. So r and s are the independent variables and you have 3 intermediate variables here, x, y and z. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നേരം you can use chain rule. First you can draw the tree representing W in terms of x, y and z. X is a function of x is r by s, so it is a function of r and s. Y is r square plus log s, so it is also a function of r and s. Z is 2r, so z is a function of r only. Now you can differentiate W with respect to r. ഈ ട്രീയിലേക്ക് നോക്കാം. ആറിലേക്കുള്ള ചെയിൻസ് ഏതൊക്കെയാണ്? എക്സിലേക്ക് വന്നിട്ട് എക്സിൽ നിന്ന് ആറിലേക്ക്, ഡബ്ല്യൂയിൽ നിന്ന് വൈയിലേക്ക് വന്നിട്ട് വൈയിൽ നിന്ന് ആറിലേക്ക്, ഇസഡിലേക്ക് വന്നിട്ട് ഇസഡിൽ നിന്ന് ആറിലേക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഫോർമുല എഴുതാം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ ആർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താണ്? W is x plus 2y plus z square.
When you differentiate with respect to x, assume that y and z are constants. So, in the derivative 1 into x in the derivative with respect to r and x is r by s. So 1 by s is a constant taken outside. R in the derivative 1 plus w in the derivative with respect to y എന്താണ് x ഉം z ഉം constant ആണ്. അപ്പോൾ 0 plus 2y യുടെ derivative 2 z into 0. Okay. So now derivative y with respect to r. Y is r square plus log s. With respect to r differentiate either you will get 2r. Log s in the derivative 0 ആണ്. So 2r plus 0 it is 2r plus dou w by dou z എന്താണ് x in the derivative 0 plus y in the derivative 0 plus z square in the derivative 2z into derivative z with respect to r. 2r in the derivative with respect to r is 2. So this is the answer. Okay. ഇതിനകത്ത് since the problemത്തിന്റെ അകത്ത് express it in terms of r and s എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഇന്റർമീഡിയറ്റ് വേരിയബിൾസിന്റെ ടേംസിൽ എഴുതണ്ടെന്ന് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഇന്റർമീഡിയറ്റ് വേരിയബിൾ ഇസെഡിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം ആറിന്റെ ടേംസിൽ തന്നെ. സോ ദ ആൻസർ ഇസ് 1 by s plus 4r plus 4z. 4z. What is z? Z is 2r. അപ്പോൾ 4z is 4 into 2r. That is 8r. That is 1 by s plus 12r ആണ് ആൻസർ. 1 by s plus 12r. ഓക്കെ. അപ്പോൾ ആ ആൻസർ കിട്ടി. ഇനി ഡെറിവേറ്റീവ് ഓഫ് w വിത്ത് റെസ്പെക്ട് ടു എസ് എഴുതാം ഇതേപോലെ തന്നെ. ഡോ w ബൈ ഡോ എസ്. ഡബ്ല്യൂവിൽ നിന്ന് എസിലേക്ക് എങ്ങനെയൊക്കെ വരാം? എക്സിലേക്ക് പോയിട്ട് എക്സിൽ നിന്ന് എസിലേക്ക് വരാം, വൈയിലേക്ക് പോയിട്ട് വൈയിൽ നിന്ന് എസിലേക്ക് വരാം. വേറെ വഴികളില്ല. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ്. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താണ്? ഇറ്റ് ഇസ് 1. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ദാറ്റ് ഇസ് 1 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യുവാണെങ്കിലോ ആർ ഇസ് എ കോൺസ്റ്റന്റ്, ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. 1 ബൈ എസിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ്? 2. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എസ് എന്താണ്? ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് ലോഗ് എസിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എസ്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. യു വിൽ ഗെറ്റ് r into minus 1 by s square minus r by s square plus 2 by s. So this is already in terms of r and s. There is no intermediate variable in this answer. So this is the final answer. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എന്താണ് ഡിനോമിനേറ്റർ എസ് സ്ക്വയർ എന്നാക്കി വേണമെങ്കിൽ എഴുതാം. അപ്പോൾ 2 മൈനസ് ആർ എസ് അല്ലേ? ഇങ്ങനെ എഴുതാം. ഓക്കെ. സോ ദിസ് ഇസ് ദി ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കണു അല്ലേ? എളുപ്പമല്ലേ?